ജീവിതത്തിൽ ശതക്കണക്കിനോ സഹസ്രക്കണക്കിനോ ആളുകളെ കണ്ടുമുട്ടുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. പക്ഷെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരായി നാം പരിഗണിക്കുന്നത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടിനം പക്ഷികൾ ഒരുമിച്ച് പറന്ന് ആകാശം കീഴടക്കില്ല. ഈ പറഞ്ഞ പ്രകൃതി നിയമം സൗഹൃദത്തിനുമുണ്ട്. നമ്മുടെ കൂട്ടുകാരെപ്പോഴും നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടവരാണ്. നാം സ്വയം സുഹൃതങ്ങളുടെ സൂക്ഷിപ്പുകാരനായാൽ നമ്മുടെ സൗഹൃദ വലയങ്ങളിലും നന്മയുടെ പ്രവണതയുള്ള കൂട്ടുകാർ നമുക്കുണ്ടായിത്തീരും. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സൗഹൃദ വലയങ്ങളും. നാം സ്വയം സുഹൃതങ്ങളുടെ സൂക്ഷിപ്പുകാരനായാൽ സ്നേഹവലയങ്ങളിൽ നന്മയുടെ കൂട്ടുകാരും ഉണ്ടാകും. സൗഹൃദത്തിലാണെങ്കിലും കരുതലും മിതത്വവും ഏറെ പാലിക്കണം. നമ്മൾ ശത്രുവിനെ മിതമായി അകറ്റുകയും മിത്രത്തെ ലഘുവായി സ്നേഹിക്കുകയും ചെയ്യണം. കാരണം ശത്രു ഏത് സമയത്തും മിത്രമായേക്കാം, മിത്രം ഏത് സമയത്തും ശത്രുവായേക്കാം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴിയല്ലേ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴമൊഴി പോലത്തെ ഒരു തിരുമൊഴി. മനുഷ്യൻ ചങ്ങാതിയുടെ മതത്തിലാണ്. അവന്റെ ചങ്ങാതി ആരെന്ന് സ്വയം അവൻ തന്നെ ഗ്രഹിക്കട്ടെ.